പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും വീട്ടിലൊന്നും സന്ധ്യാദീപം തെളിയിക്കുന്നവരായിരിക്കും. പക്ഷേ സന്ധ്യാദീപം തെളിയിച്ചിട്ടും വേണ്ടത്ര ഈശ്വരാധീന ഗുണങ്ങൾ കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവർ ഏറെയാണ്. കാര്യം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നു ചേർന്നിട്ടില്ല. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കും, എങ്ങനെയാണ് നിങ്ങൾ സന്ധ്യാദീപം തെളിയിക്കുക എന്ന്. അപ്പോൾ പറയും, വിളക്കെടുത്ത് വയ്ക്കുന്നു, തെളിയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്ത് പ്രാർത്ഥിക്കുന്നു? അറിയാവുന്ന മന്ത്രങ്ങൾ പറയുന്നു, ദൈവത്തെ തൊഴുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ചിട്ടയാണ്. അതായത് നമ്മുടെ മനസ്സും ശരീരവും ആ ദൈവങ്ങളിലേക്ക് അടുക്കുന്ന ഏകാഗ്രമാകുന്ന ഒരു അവസ്ഥയുണ്ട് ഇതിന്. അല്ലാതെ കുറേയധികം ബഹളങ്ങൾക്കിടയിൽ എന്തിനോ എന്നറിയില്ല ഓടിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ദൈവകോപം ഉണ്ടാകുമെന്നോ മറ്റൊക്കെയുള്ള വിശ്വാസം കൊണ്ടായിരിക്കും. പക്ഷെ ദൈവമായിട്ട് അടുക്കുന്ന രീതിയിൽ ഒരാൾ കൃത്യമായ ചിട്ടവട്ടങ്ങളോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ അതിശയിപ്പിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് എനിക്കറിയാം. കാര്യം ചില വ്യക്തികളുടെ അടുത്ത് നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഏതാനും ദിവസം ഈ രീതി ഫോളോ ചെയ്തിട്ട് തന്നെ പറയും, ഇപ്പോൾ നല്ല മാറ്റമുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ന് പറയാറുണ്ട്. കാര്യം ഇത്രയും നാളും അവർ ദൈവത്തെ തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനൊരു അടുക്കും ചിട്ടയൊന്നും ഇല്ലായിരുന്നു. ഒരു ഊർജമല്ലേ ഈ പ്രകൃതി മൊത്തം നിറഞ്ഞിരിക്കുന്നത്. അത് നെഗറ്റീവുകളെ നമുക്ക് അങ്ങോട്ട് കളയാനും പോസിറ്റീവിനെ ഇങ്ങോട്ട് സ്വീകരിക്കാനുമുള്ള നമ്മുടെ ശരീരമെന്ന ചാലകത്തിന് അതിൻ്റെ ആ ശുദ്ധതകളും മനസ്സിൻ്റെ ആ ബോധ്യത്തിന് അതിൻ്റെ വ്യക്തതയും നമ്മൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സന്ധ്യാസമയത്ത് എങ്ങനെ നിലവിളക്ക് തെളിയിച്ച് യഥാർത്ഥ രീതിയിൽ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതിൽ വിലപ്പെട്ട ചില മന്ത്രങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയ്ക്ക് ഇത് അറിയില്ലായിരിക്കാം, അറിയുന്നവരും ചിലപ്പോൾ കാണും. എങ്കിലും വളരെ പ്രയോജനപ്രദമാകുന്ന, മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അറിവായിരിക്കും ഇത്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാൾ സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല ഒട്ടേറെ അറിവുകളും എന്നും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാകുന്നതുമാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കുന്നത്? നമ്മൾ പ്രധാനമായിട്ട് 2 സന്ധ്യകളിലാണ് നിലവിളക്ക് തെളിയിക്കുക, പ്രാതസന്ധ്യയും പ്രാഹ്നസന്ധ്യയും. അതായത് വൈകുന്നേര സമയത്ത് നമ്മൾ നിലവിളക്ക് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ സൂര്യൻ മറയുന്നു, അന്ധകാരം കടന്നു വരുന്നു. അപ്പോൾ ഇവിടെ ഒരു മഹത്തരമായ ദീപം നമ്മൾ തെളിയിച്ച് അവിടേക്ക് ലക്ഷ്മി ഭഗവതിയെ അല്ലെങ്കിൽ ശ്രീ ഭഗവതിയെ കുടിയിരുത്തുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ രാത്രിയിൽ കടന്നു വരാനുള്ള നെഗറ്റീവ് ഊർജങ്ങൾ മാറിപ്പോകുന്നു. സന്ധ്യ കഴിഞ്ഞിട്ട് ആ ഒരു അന്തിമങ്ങൂഴം എന്ന് പറയുന്ന സമയത്ത് വന്നു ചേരാവുന്ന കുറേ വിപരീത കണങ്ങളുണ്ട്, അവ മാറിക്കിട്ടുന്നു. വീട്ടിലെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം കൈവരുന്നു. പക്ഷെ ഈ വിളക്ക് തെളിയിക്കുക എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് വീടും പരിസരവും വൃത്തിയാക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. എല്ലാവർക്കും അറിയാം വീടും പരിസരവും വൃത്തിയാക്കണമെന്നുള്ളത്. എല്ലാവരും ചുരുട്ട് വൃത്തിയാക്കിയിട്ട് കുളിച്ചു വന്ന് വിളക്ക് തെളിയിക്കുകയാണ് ചെയ്യുക. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് വീണ്ടും നമ്മൾ വീടും പരിസരവും നമ്മളെയും തന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. എന്നിട്ടാണ് നമ്മൾ വിളക്ക് തെളിയിക്കേണ്ടത്. ആ രീതി എങ്ങനെയാണ്? അതിൻ്റെ മന്ത്രം പറഞ്ഞുതരാം. കുറച്ച് വെള്ളം കൈക്കുമ്പിളിലെടുക്കണം. നമുക്ക് ഒരു ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇനി പറയുന്ന മന്ത്രം ജപിക്കണം. മന്ത്രം ഞാൻ എഴുതി കാണിക്കാം. ഓം ഹ്രീം ഗംഗാദേവീം ഗൃഹശുദ്ധി ദേഹശുദ്ധി മനഃശുദ്ധി പ്രദായ എന്ന് ജപിച്ച് ജലം നമ്മൾ തളിക്കണം. വീട്ടിന് പുറത്തും അകത്തും എല്ലാം തളിക്കണം. ഒടുവിൽ സ്വന്തം ദേഹത്തും തളിക്കണം. ഇതിന് മറ്റ് മന്ത്രങ്ങളും ഉണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു മന്ത്രമായതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. വേറെ മന്ത്രങ്ങളുണ്ട് ദേഹശുദ്ധിക്ക് വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ തളിച്ചതിന് ശേഷമാണ് നമ്മൾ നിലവിളക്ക് തെളിയിക്കേണ്ടത്. നിലവിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യുമല്ലോ, ഇങ്ങനെ തളിച്ച് ശുദ്ധം ചെയ്തിട്ട് എന്താണ്? പുറന്തിരി തെളിയിക്കുക. അതായത് വീട്ടിന് പുറത്തൊരു ഞെരിപ്പോടോ അതായത് മൺചട്ടിയോ വച്ചിട്ട് അതിൽ കുറച്ച് ചകിരിയും പഴയ തിരിയുടെ അവശിഷ്ടങ്ങളും അല്ലെങ്കിൽ എണ്ണയും പഴയ എണ്ണയൊക്കെ ഉപയോഗിച്ച് നമ്മൾ അവിടെ ഒരു പുറന്തിരി തെളിയിക്കും. പുറന്തിരി തെളിയിച്ച് അല്ലെങ്കിൽ ഒരു പുക കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അകത്ത് വന്ന് നിലവിളക്ക് തെളിയിക്കുക. ഈ പുറന്തിരി എന്തിനാ തെളിയിക്കുന്നത്? മൂദേവി എന്ന് പറയുന്ന ജ്യേഷ്ഠാ ഭഗവതി ആദ്യം തിരുനാളം കാണുമ്പോൾ അവിടെ വന്ന് കുടിയേറുമെന്നാണ് പറയുന്നത്. നമ്മൾ വീട്ടിനകത്താണ് തെളിയിക്കുന്നതെങ്കിൽ ജ്യേഷ്ഠാ ഭഗവതി വീട്ടിനകത്തേക്ക് വരും. നമ്മൾ പുറന്തിരിയാണ് ആദ്യം തെളിയിക്കുന്നെങ്കിൽ പുറത്ത് വന്നിരിക്കും. നമ്മൾ അകത്ത് വിളക്ക് തെളിയിക്കുമ്പോൾ അവിടെ ശ്രീ ഭഗവതി എഴുന്നള്ളും എന്നാണ് വിശ്വാസം. നിലവിളക്ക് അകത്ത് തെളിയിക്കുമ്പോൾ
മന്ത്രജപത്തോടു കൂടി തെളിയിക്കണമെന്നാണ്. മന്ത്രം ഞാൻ എഴുതി കാണിക്കാം. ശുഭം കരോതി കല്യാണം ആരോഗ്യം പുഷ്ടിവർദ്ധനം മമ ശത്രുവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ എന്നാണ് ഈ മന്ത്രം. നമ്മൾ ദീപം തെളിയിക്കുമ്പോൾ ഇതിന് പുറമെ ചില മന്ത്രങ്ങളുണ്ട്. പക്ഷെ നമുക്ക് പൊതുവിൽ എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു മന്ത്രം ഇതാണ്. ഇതിൽ ശുഭം കരോതി എന്നുള്ളത് ചിലയിടത്ത് ശിവം കരോതി എന്ന് പറയുന്നുണ്ട്. അവിടെ ശിവം മംഗളം എന്നുള്ള അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. ശുഭം എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെ അതും വരും. അതുകൊണ്ട് ശിവം എന്ന് ഉച്ചരിച്ച് പഠിച്ചിട്ടുള്ളവർ അത് തെറ്റാണെന്ന് കരുതേണ്ടതില്ല. അപ്പൊ നമ്മുടെ ശത്രുവിനാശായ എന്ന് നോക്കുമ്പോൾ അയ്യോ നമ്മുടെ ശത്രുക്കളെയെല്ലാം നശിപ്പിക്കാനാണോ എന്നുള്ളത് ചിലർക്ക് തോന്നലുണ്ടാവും. നമ്മുടെ ശത്രുക്കൾ എന്താണ്? നമ്മുടെ അഹന്ത, നമ്മുടെ വൈരാഗ്യം, നമ്മുടെ പ്രതികാരം, നമ്മുടെ വെറുപ്പ്, നമ്മുടെ അസൂയ, നമ്മുടെ ഭയം, അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ നശിച്ചു പോയിട്ട് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരിക, ധൈര്യം വർദ്ധിച്ചു വരിക, ഉത്സാഹം കൂടി വരിക, ആരോഗ്യം വർദ്ധിച്ചു വരിക, ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വരണം. അതിനാണ് നമ്മൾ ഈ മന്ത്രം ജപിച്ച് തെളിയിക്കുന്നത്. അപ്പം തന്നെ മറ്റൊരു മന്ത്രം കൂടി പറഞ്ഞാൽ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള മന്ത്രമാണ്. നമ്മൾ ഈ മന്ത്രം ജപിച്ച് തെളിയിക്കാം, അല്ലെങ്കിൽ ശുഭം കരോതി ജപിച്ച് തെളിയിച്ചതിന് ശേഷം കൈകൂപ്പി ഈ മന്ത്രവും കൂടി ചൊല്ലാം. മന്ത്രം എങ്ങനെയാണ് കേട്ടോ. സന്ധ്യാലക്ഷ്മി നമോസ്തുതേ സന്ധ്യാദീപം നമോസ്തുതേ ദീപാജ്യോതി പരബ്രഹ്മം ദീപാജ്യോതി ജനാർദ്ദനഃ ദീപോ ഹരതു മേ പാപം സന്ധ്യാദീപം നമോസ്തുതേ. ഈ മന്ത്രം ജപിച്ച് നമുക്ക് വിളക്ക് തെളിയിക്കാം, അല്ലെങ്കിൽ നമുക്ക് വിളക്ക് തെളിയിച്ചിട്ട് തൊഴുത് ജപിക്കാം. ഇത് നിർബന്ധമായിട്ടും ചെയ്യണമെന്നാണ് പറയുന്നത്. കാര്യം വിളക്കിനൊരു വന്ദന മന്ത്രമുണ്ട്. ഈ വന്ദന മന്ത്രം എന്നറിയപ്പെടുന്നതാണ് ഇത് ജപിക്കേണ്ടതുണ്ട്. പലരും ഇത് ജപിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ചിലരൊക്കെ ഇത്രയൊക്കെ ചെയ്യും, എന്നിട്ട് ഇഷ്ടമന്ത്രങ്ങളെ അങ്ങോട്ട് ജപിക്കാൻ തുടങ്ങും. അപ്പോൾ ഇഷ്ടമന്ത്രങ്ങളെ ജപിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ശ്വാസ ധ്യാനം നടത്തണമെന്നുള്ളതാണ്. അതായത് ഏറ്റവും കുറഞ്ഞ പക്ഷം 7 വട്ടമെങ്കിലും ശ്വാസം എടുത്ത് നിശ്വസിക്കുക എന്നുള്ളതാണ്. 7 വട്ടം നന്നായിട്ട് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക, അങ്ങനെ ശ്വാസ ധ്യാനം നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ട ദൈവത്തെ മനസ്സിൽ കാണാം. പിന്നീട് നമ്മൾ ഇഷ്ടമന്ത്രങ്ങളെല്ലാം ജപിക്കാറുണ്ട് ഇല്ലേ? ഇഷ്ടമന്ത്രങ്ങളെല്ലാം ജപിക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു മന്ത്രം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഒരു 5 മിനിറ്റ് ജപിക്കണം. അതിപ്പോൾ ഹരേ രാമ ആണെങ്കിലും ഓം നമഃ ശിവായ ആണെങ്കിലും ഒന്നിലേക്ക് ഏകാഗ്രമാകാൻ വേണ്ടിയിട്ട് ആ മന്ത്രവും തുടർച്ചയായിട്ട് ജപിക്കണം. നിങ്ങളുടെ ഇഷ്ടമന്ത്രങ്ങൾ ജപിക്കാം. അതിനുശേഷം ഒരു മന്ത്രം ഒരു 5 മിനിറ്റ് തുടർച്ചയായിട്ട് ജപിക്കുക. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സങ്കടമോചന മന്ത്രം ജപിക്കേണ്ടതുണ്ട്. കാര്യം നമ്മുടെ ഒരുപാട് സങ്കടങ്ങൾ, ദുഃഖങ്ങളൊക്കെ നമുക്ക് ഈശ്വരനോട് പറയാനുണ്ട്. എല്ലാം നമ്മൾ അവിടെ ഇരുന്ന് ഈശ്വരനോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് പറ്റും? നമ്മുടെ ഉള്ളിൽ ഈ ഭഗവാനുമായിട്ട് അല്ലെങ്കിൽ ഭഗവതിയുമായിട്ടുള്ള ആ കണക്ഷൻ അത് ഭേദിച്ചുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളും കടങ്ങളും ഇതൊക്കെ ആയിരിക്കും മനസ്സിൽ. അതോടുകൂടി ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്ന് നമ്മൾ വഴുതിപ്പോവും. പക്ഷേ നമുക്കിവിടെ നമ്മൾ അങ്ങനെ നമ്മുടെ ദുഃഖങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ നമ്മളൊരു മന്ത്രത്തിലൂടെ നമ്മുടെ സങ്കടങ്ങളെ മുഴുക്കെ അവിടെ ഇറക്കി വയ്ക്കുകയാണ്. അതിനാണ് സങ്കടമോചന മന്ത്രം എന്ന് പറയുന്നത്. ഈ മന്ത്രം നിർബന്ധമായിട്ട് നമ്മൾ ജപിക്കേണ്ടുന്ന ഒന്നാണ്. അപ്പോൾ ആ മന്ത്രം പറഞ്ഞുതരാം, എഴുതി കാണിക്കാം. ഓം ഹ്രീം നമഃ ശിവായ ഭസ്മോ ധൂളിത വിഗ്രഹായ ഉഗ്ര കൽമഷനാശകായ മമ പ്രാരാബ്ധ ദുഃഖം നിവാരണമിതം സ്വഹാ നമഃ. ഇങ്ങനെയാണ് ഈ മന്ത്രം. അപ്പോൾ ഈ മന്ത്രവും നമ്മൾ ജപിക്കണം. എത്ര വട്ടം ജപിക്കണം? 3 വട്ടം ജപിക്കണം. ജപിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ക്ഷമാപണ മന്ത്രത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ തൊട്ട് മുമ്പേ സങ്കടമോചന മന്ത്രം ജപിച്ചല്ലോ. ഈ മന്ത്രം 3 വട്ടം ജപിച്ചിട്ട് ഒരല്പം പുഷ്പം വിളക്കിന്റെ ചോട്ടിലേക്ക് വയ്ക്കാമെങ്കിൽ ഏറെ ഉത്തമമായിട്ട് കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ദുഃഖദുരിതങ്ങളൊക്കെ മാറാൻ അത് പ്രയോജനം നൽകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ ക്ഷമാപണ മന്ത്രത്തിലേക്ക് പോകും. ക്ഷമാപണ മന്ത്രം ഇങ്ങനെയാണ്, ഞാൻ എഴുതി കാണിക്കാം. അപരാധ സഹസ്രാണി ക്രിയന്തേ അഹർനിശം മയാ ദാസോഹമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വര. പകലും രാത്രിയും എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പരമേശ്വര, അങ്ങയുടെ ദാസനാണ് ഞാൻ. എന്നെ അങ്ങനെ കരുതി എൻ്റെ പാപങ്ങളെ പൊറുക്കണേ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഇതാണ് ക്ഷമാപണ മന്ത്രം. ചിലർ കായേന വാച എന്ന് തുടങ്ങുന്ന മന്ത്രം ജപിച്ചു പോരുന്നുണ്ടായിരിക്കും. അതും ജപിക്കാം. അതും ക്ഷമാപണ മന്ത്രമാണ്. അത് മിക്കവർക്കും അറിയാവുന്നുള്ള മന്ത്രമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല. എങ്കിലും ഞാൻ ഈ പറഞ്ഞു വന്ന മന്ത്രം അറിയില്ലാത്തവർ കൃത്യമായിട്ട് എഴുതിയെടുത്ത് അത് ജപിക്കുക. കായനവാചയെക്കുറിച്ച് നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇരുന്നും പ്രാർത്ഥിക്കാം, നിന്നും പ്രാർത്ഥിക്കാം. ചിലപ്പം ചിലർക്ക്
നിലത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതായത് ഒരു തടുക്കുമേലോ ഒരു പലകമേലോ ആണ് നമ്മൾ നിലത്തിരിക്കുമ്പോഴും ചെയ്യുന്നത്. വെറും നിലത്തിരിക്കാറില്ല. കഴിയാത്തവർ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കും. പക്ഷേ കസേരയിലും മറ്റൊക്കെ ഇരുന്ന് ആ ഒരു സിറ്റിംഗ് പൊസിഷനിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് അത്ര സന്ധ്യാദീപാരാധന വിധികളിൽ ഗുണപ്രദമായിട്ട് പറയുന്നില്ല. അങ്ങനെയൊക്കെ ഏതെങ്കിലും അവസ്ഥകളിൽ ചിലരെ പെട്ടുപോയെങ്കിൽ അവരെ നമുക്ക് അങ്ങനെ അവർ പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറയാനേ പറ്റുള്ളൂ. പക്ഷേ വിധിയാവണ്ണം പ്രാർത്ഥിക്കുമ്പോൾ ഒന്നേ നിലത്തിരുന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനിയിപ്പം വിളക്ക് കെടുത്താൻ ഉള്ള മന്ത്രമുണ്ട്. അപ്പം ചിലർക്ക് ഇത്രയും ജപിച്ചു കഴിഞ്ഞാൽ അവർ എഴുന്നേറ്റ് പുറത്തേക്ക് പോകും. പിന്നെ ഒരു അരമണിക്കൂർ ആ വിളക്ക് അവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു തൊഴുത് വിളക്ക് കെടുത്തുകയാണ് ചെയ്യുന്നത്. അതായിരിക്കും നല്ലത്. ഒരു അരമണിക്കൂർ ഇരുന്നോട്ടെ. ചിലർ അപ്പോൾ തന്നെ ഇത്രയും ജപിച്ചു കഴിയുമ്പോൾ ഏതാണ്ട് അരമണിക്കൂറൊക്കെ എത്തും അവരുടെ ഇഷ്ടമന്ത്രം. അത് കഴിഞ്ഞ ഉടനെ തന്നെ വിളക്ക് കെടുത്താറുണ്ട്. ഞാൻ പൊതുവിൽ പറയാറുണ്ട്, നിങ്ങൾ എത്ര പ്രാർത്ഥന കഴിഞ്ഞാലും കുറച്ചു നേരം കൂടെ വിളക്ക് അവിടെ ഇരിക്കട്ടെ, അത് കഴിഞ്ഞ് തൊഴുത് വന്ദിച്ച് വിളക്ക് കെടുത്താന്ന്. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് ഉടനെ വിളക്ക് എടുത്തിട്ട് വരരുത്. അല്പനേരം കൂടെ അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഈ മന്ത്രങ്ങൾ ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരെയും കൂടെ പ്രേരിപ്പിക്കണം. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. ഇത്തരം മന്ത്രങ്ങൾ നമ്മൾ ജപിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നത് നമുക്ക് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. കാര്യം നമ്മൾ നിമിത്തം മറ്റൊരാൾക്ക് ഗുണം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രങ്ങൾ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങളുടെ പുണ്യത്തിനെ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാനും ഇതുമൂലം സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാൽ പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയെ കുറിച്ചുള്ള റെക്കമെൻഡേഷനും നോട്ടിഫിക്കേഷനും യൂട്യൂബ് നിങ്ങൾക്ക് അയച്ചു തരൂ. എങ്കിലല്ലേ നിങ്ങൾക്ക് കയറി നോക്കിയിട്ട് അതിൻ്റെ കീഴെ കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക. പിന്നെ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോ, മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.